I the verses that if somebody could read 21 and 22 in Malayalam. ഞങ്ങൾ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയായിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. These are very short verses, but there are 2-3 things that are revealed in this verse which we need to try and understand. And as this is more of a Bible study than a sermon, there are things that we normally pass over in simple reading and not dwell upon it. So in the Bible study, we spend time on the verse. Now, the first thing that you notice is that the 3 verses you read and you note the word Christ, God, and the Holy Spirit comes in the 2 verses 21 and 22, which is an establishment of the Trinity by itself. The Word of God in several places brings about this distinction of the Trinity, and sometimes they are put together since it's a Trinity in Godhead. However, if you read carefully, ഈ ഭാഗത്തിൽ നമ്മൾ തൃത്വത്തിന്റെ ഒരു പരിചയം കിട്ടുന്നുണ്ട്. കാരണം ഇതിൽ ക്രിസ്തു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവും ഉപയോഗിച്ചിട്ടുണ്ട്. ചെറിയ 2 വാക്യങ്ങളാണെങ്കിലും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സത്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അതിൽ സമയം ചെലവാക്കി കഴിഞ്ഞാൽ കൊറോണ ആളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓടിച്ചു വായിക്കുന്നതിന്റെ പകരം അപ്പോൾ ഒരു ബൈബിൾ സ്റ്റഡി ആയിട്ട് മാറും. അത് ഒരു പ്രസംഗമല്ല, ഒരു ബൈബിൾ സ്റ്റഡി ആയിട്ട് മാറും. കാരണം ആഴമായിട്ട് അതിന്റെ കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പൊ ഇതില് ക്രിസ്തു എന്നുള്ളൊരു വാക്ക് വന്നു, ദൈവം എന്നുള്ള വാക്ക് വന്നു, പരിശുദ്ധാത്മാവെന്ന് വന്ന സ്ഥിതിക്ക് നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഇതിലൊരു തൃത്വത്തിന്റെ മേളിലാണ് ക്ലിയർ ആയിട്ട് കാണുന്നത്. ആൻഡ് ദ വേ ഇറ്റ് ഇസ് മെൻഷൻഡ് ഈസ് ദാറ്റ് he which establishes us with you in Christ. I'm not going to dwell upon you and us there, because it is talking about Apostle Paul and the people in Corinth, all being equal in sight of God. So let's not spend time on that. Let us spend more time on what are the truths in terms that are mentioned in the certain words that need to be expounded. So here, ഇവിടെ നമ്മൾ കാണുന്നത് നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത് അതൊരു വാക്ക്. നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ദൈവമാണ് ക്രിസ്തുവിൽ നമ്മളെ ഉറപ്പിക്കുന്നത്. ദൈവമാണ് നമ്മളെ അഭിഷേകം ചെയ്യുന്നത്, പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് what is mentioned here is that not the anointing is done by God, and establishing in Christ is also done by God. And he says, who hath also, that is God has also sealed us, given the earnest of the Spirit in our hearts. അവർ നമ്മെ മുദ്രയിട്ടും ആത്മാവും എന്ന് അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അപ്പൊ മുദ്രയിട്ടൊരു വാക്കും ആചാരം എന്നുള്ള വാക്കും. അപ്പൊ these are the things that we have to spend time on. Of course, we have understood what the Trinity aspect is as revealed in that whole sentence in terms of its existence is very clear and having different roles also.
At times the roles are intertwined, at times they are collective, at times they are individual. Across the word of God, we find the roles that are played towards the mankind or his believers or his children are in various ways and factors and facets that God decides and executes for us, all for the good of those who love him according to his will. Now, ദൈവത്തിന്റെ കാര്യപരിപാടികൾ ഈ തൃത്വത്തിന്റെ മൂന്ന് അംഗങ്ങളും പല രീതിയിലും വ്യത്യസ്തപ്പെട്ട രീതിയിലും മനുഷ്യൻ ഒരു വിശ്വാസിയായിട്ട് ഇടപെടുന്നുണ്ടെന്നുള്ള കാര്യം സത്യം നമുക്കറിയാം. ഏത് രീതിയിലാണെന്നുള്ളതൊന്നും നമുക്ക് ചിലപ്പോൾ മനസ്സിലായി ഇല്ല എന്ന് വരും. പക്ഷെ ദൈവത്തിന് കാര്യപരിപാടികളിൽ എല്ലാ ഈ മൂന്ന് വ്യക്തിത്വത്തിൽ നമ്മളോടായിട്ടുള്ള ഒരു ഒരു കൂട്ടായ്മയിലും നമ്മളോടായിട്ടുള്ള നമ്മുടെ കാര്യപരിപാടികളെല്ലാം നന്മയ്ക്ക് വ്യാപരിക്കാൻ വേണ്ടിയിട്ടും അത് പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാണ് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. ക്രിസ്തുവിൽ ഉറപ്പിക്കുക എന്ന് പറയുന്ന തന്നെ ഒരു വാക്ക് എന്ന് പറഞ്ഞ് ഉറപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? To be called that you are established in Christ. What is it that is understood by establishing in Christ? എന്ന് വെച്ചാല് നമ്മള് രക്ഷയിലേക്ക് വന്ന സമയത്ത് നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടതാണ്, നമ്മുടെ ദേഹി രക്ഷിപ്പെട്ടിട്ടില്ല. നമ്മുടെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ദേഹം ആണെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോ ഈ ദൈവത്തിന്റെ വരവ് നമ്മുടെ ആത്മാവിൽ സാന്നിധ്യം വസിക്കുന്നു എന്നുള്ള കാര്യം, ഈ ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിങ് ഗോഡ്, ആ ഒരു സത്യം യാഥാർത്ഥ്യമായിട്ട് അനുസരിച്ച് കഴിഞ്ഞാല് ഈ ഒരു ദേഹി നമ്മുടെ സ്വന്തം ആയിട്ടുള്ള പേഴ്സണാലിറ്റി എങ്ങനെയാണ് ക്രിസ്തുവിൽ സ്ഥിരപ്പെടുത്തുക എന്ന് വെച്ചാല് ഈ ദേഹിക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു പ്രക്രിയ ഉണ്ട്. തെറ്റോ നന്മയോ തിന്മയോ. ഈ ഒരു ലൂസായിട്ട് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ദൈവം നമ്മളെ ആ ഓപ്ഷനിലെ കർത്താവിനോട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രവൃത്തിനാണ് ഈ എസ്റ്റാബ്ലിഷിംഗ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞത്. ഇൻഫാക്ട് വാട്ട് ഇസ് ഹാപ്പനിങ് ഇസ് our spirit has been saved at time of salvation. So take the journey from salvation until rapture, until the time we are glorified. At that time point in time, the spirit has been saved and God takes residence in our hearts. We are in the temple of the living God. In our spirit he enters in. And then on, the soul, which has the ability of the power of choice, does toggle or switches between the right and wrong. And the efforts that God puts in is to establish you to be in Christ rather than Satan. And that is the power of choice. He tries to make you understand the benefits, the blessings, the necessities, the necessity to be holy, necessity to be loyal, necessity to be part of the ownership of God on your body, on your soul, on your mind, and on your spirit. And that factor, he keeps trying to persuade you to take a decision in favor of God. That is the establishing in Christ. That is the meaning of the word establishing in Christ. It's an ongoing process. ഇത് തുടർമാനമായിട്ടുള്ള പ്രക്രിയയാണ്. എന്ന് വെച്ചാല് ദൈവം നമുക്ക് ഒരു ലെഫ്റ്റോ റൈറ്റ് പോകാനുള്ള ഒരു അനുവാദം നമുക്ക് തന്നിട്ടുണ്ട്. ആ അനുവാദത്തിൽ നമ്മുടെ നന്മയോ തിന്മ എടുക്കാനുള്ള ഫ്രീഡം നമുക്ക് തന്നിരിക്കുകയാണ്. ആ ഫ്രീഡത്തിനെ നമ്മളെ ഒന്ന് പെർസ്വേഡ് ചെയ്യുക, നമ്മളെ ഒന്ന് അഡ്വൈസ് ചെയ്തിട്ട് അതിൻ്റെ ഗുണങ്ങളും ആ ദൈവമായിട്ടുള്ള ഓണർഷിപ്പും ദൈവമായിട്ട് ലോയൽറ്റി വെക്കാൻ ദൈവം എല്ലാ കാര്യപരിപാടികളും നമുക്ക് വേണ്ടി ചെയ്യും.
ആ ചെയ്യുന്നത്, ആ പ്രക്രിയനാണ് ക്രിസ്തുവിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ ആ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പുറം നമ്മൾ ഒരു ആത്മീയനായിട്ട് അത് ജഡീയ സ്വഭാവങ്ങളല്ലാണ്ട് നമുക്ക് ജീവിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഹോളിനെസ് അല്ല ചില വിശുദ്ധീകരണം പ്രാപിക്കാൻ പറ്റും. ഇതാണ് ഈ എസ്റ്റാബ്ലിഷ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ എസ്റ്റാബ്ലിഷ് ഇൻ ക്രൈസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വാക്ക് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അനോയിന്റിങ്. അതില് അഭിഷേകം. ഞങ്ങൾ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അപ്പൊ ഈ അഭിഷേകം ചെയ്തതും അത് ഒരു പാസ്റ്റ് ടെൻസ് ആണ്. ആ നേരം ഉറപ്പിക്കുന്നതും ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അത് മനസ്സിലാക്കണം. ഇറ്റ്സ് എ പ്രോസസ്. ആ നേരം അഭിഷേകം ചെയ്തതും, അഭിഷേകം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു, ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ അഭിഷേകം എന്താണ് അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്? ഇപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചോ ഇല്ലെന്ന് പെന്തക്കോസ്തുകാർ പറയും. പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടോ ഇല്ലെന്ന് ചിലർ പറയും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിങ്ങളിൽ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പറയും. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ വേദപുസ്തകമാണ് അടിസ്ഥാനം. നാട്ടുകാരും വീട്ടുകാരും ആൾക്കാരും പ്രാസംഗികന്മാരും ഒന്നും പറയുന്നതല്ല. വേദപുസ്തകത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ആർ ദ ടെമ്പിൾ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. 1 കൊരിന്ത്യർ അതിന്റെ വാക്യം അറിയാമോ? 1 കൊരിന്ത്യർ 6:23 3:23 അങ്ങോട്ടാണ്. ആരെയും ഒന്ന് എടുത്ത് നോക്കാമോ എൻ്റെ ഇടയ്ക്ക്? ഈ ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിങ് ഗോഡ്, ഈ ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് അതിനെ എടുത്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല. എന്നാലും വല്ലവർക്കും കിട്ടിയാൽ എടുത്ത് പറഞ്ഞോളൂ. അങ്ങനെയാണെങ്കിൽ 1 കൊരിന്ത്യർ 6 വായിച്ചോ. ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം. അതാണ് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകണം. അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. കാരണം നമ്മൾ രക്ഷയിലേക്ക് വരുമ്പോൾ യാഥാർത്ഥ്യമായ രക്ഷ, യാഥാർത്ഥ്യമായിട്ട് നമ്മളൊരു പാപിയാണെന്നും യാഥാർത്ഥ്യമായിട്ട് നമ്മൾ അതിന് പാപത്തിന് വേണ്ടിയിട്ട് റിപ്പൻറ്റ് ചെയ്യുകയും കർത്താവ് നമുക്ക് വേണ്ടി പകരമായിട്ട് കുരിശിൽ മരിച്ച് നമ്മൾ ടുക്ക് ഓൺ ദ പണിഷ്മെന്റ് ഓഫ് സിൻ എന്ന് ഏറ്റു പറയുമ്പോൾ കർത്താവിനെ നമ്മൾ കർത്താവും ലോർഡ് ആൻഡ് മാസ്റ്റർ കൺസിഡർ ചെയ്യുമ്പോൾ ആ സമയത്ത് ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമ്മതം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കുന്നു. പരിശുദ്ധാത്മ ദൈവം എന്ന് പറയുമ്പോൾ തത്വം തന്നെയാണ്. അത് കൂടാണ്ട് ഓവറായിട്ട് എക്സ്ട്രാ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് 1 കൊരിന്ത്യർ 6. അതിന്റെ 6:19 അല്ലേ? അതിന് മുമ്പ് 1 കൊരിന്ത്യർ 3 ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന് തോന്നുന്നു. നോക്കിയോ? അപ്പൊ ആ ഒരു കാര്യം എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാല് ഹോളി സ്പിരിറ്റ് ഈസ് the person who is in continuous communication with man's spirit. ഇതൊരു യാഥാർത്ഥ്യമാണ്. കാരണം പരിശുദ്ധാത്മാവ് നമ്മളോട് എല്ലാ സമയത്തും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം അത് നമ്മളെ കറക്റ്റ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ചെയ്യുന്ന റോമാലേഖനം 8:23 എനിക്ക് അത്ര 8:26 എടുത്തേ. റോമാലേഖനം 8:26. Just to repeat what I said in English, what I was trying to say is the necessity for the Holy Spirit, or rather we are the temple of the Holy Spirit, 1 Corinthians 6:19. That has been emphasized over and above in the previous chapter, or previous few chapters, that we are the temple of the living God. Living God means the Trinity is already residing in us. But there is a specific mention of the Holy Spirit in the 6th chapter and 19th verse, with relevant to the context there. But that very particular mention is because the Holy Spirit
is the one that is in continuous communication with man's spirit, conveying the will of the Father, giving us the guidance as to how to pray, teaching us the things that are needed for us to understand. And these are things that are very important about the function of the Holy Spirit. There's a lot of lists. Now, let us say, let's go to 1 Corinthians 2:11. Let's go to 1 Corinthians 2:11. If someone can read that. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യനിൽ ആര് അറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. Now, this is the first step. He knows. For what man knoweth the things of a man, how will a man know, save the spirit of man which is in him? അവനിൽ ഉള്ള കാര്യങ്ങളിൽ അവന്റെ ആത്മാവ് തന്നെയാണ് അവന്റെ ഉള്ള കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. Only the spirit of man which is in him knows the things of a man. Even so, things of God knoweth no man but the spirit of God. അപ്പൊ ഈ സ്പിരിറ്റിന്റെ ഫങ്ഷൻ എന്താ പറഞ്ഞ വെച്ചാല് in the 12th verse, now we have received not with the spirit of the world but the spirit which is of God, that we might know the things that are freely given to us of God. 12ാം വാക്യം. So in the 11ാം വാക്യത്തില് ദൈവാത്മാവാണ് ദൈവത്തിനെ പറ്റിയിട്ട് മാത്രം അറിയുന്ന ഒരു കാരണം. മനുഷ്യനെ ഒരിക്കലും ദൈവത്തിനെ പറ്റി അറിയില്ല. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പരിപാടികൾ എന്താണുള്ള വെച്ചാൽ മനുഷ്യനോട് ദൈവത്തിനെ പറ്റി അറിയിക്കുക. ഏത് രീതിയിലാണ് ജീവിതം നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്, അത് ഏത് രീതിയിലാണ് തട്ടി നോക്കിയിട്ട് ദൈവത്തിന്റെ കാര്യപരിപാടികൾ പെട്ടതാണോ അല്ലയോ എന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് നമ്മളെ വ്യക്തമാക്കി തരും. കാരണം ദൈവത്തിന്റെ കാര്യങ്ങൾ അറിയുന്നത് പരിശുദ്ധാത്മാവിന് മാത്രമേ ഉള്ളൂ, മനുഷ്യനറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ വിവരം ക്ലാരിഫൈ ചെയ്ത് തരുന്ന പരിശുദ്ധാത്മാവ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എങ്ങനെ നമ്മൾ തിരിച്ചറിയും? Now, this question is a very complicated question because the Holy Spirit is not a tangible body. The question that is asked is, how will we know that it is the Holy Spirit speaking to us? When you're a child of God and you accept the Lord and Jesus Christ as Savior and you become a child of God, you start your spiritual life in communication with that God in all matters, in all honesty and transparency. And that communication is through prayer. And the communication that God gives to you is clearly by the word of God that is given unto us. Now, the word of God, you don't suddenly open the Bible on the one particular page and you see one particular verse and that speaks to you. That is now how it works. That is just, like lottery. It doesn't work that way. God, you need to know, increase in the knowledge of God. And that increase of knowledge of God is continuing to read the word of God from different portions, same portions, over and over again, different portions, listening to people who are expounding the word and acquiring the knowledge of God, reading the word of God and checking whether what has been said is correct. And then slowly God talks to you and things are revealed to you. And that things of revelation that comes is a revelation of through the Holy Spirit. And the Holy Spirit, when he talks to you, until and unless you are able to recognize the Holy Spirit because you are in close communion with God, you will never be able to hear him. എന്നുവെച്ചാല് നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ, if you have a very close friend and if he is speaking to you something, you know, and somebody tells that your friend told me like this, then you will listen to what this person tells you about your friend. But you know your friend very well. So you can decide whether this information given by a third person is correct or wrong because you know your friend better.
എന്ന് വെച്ചാൽ നീ നിന്റെ കൂട്ടുകാരനെ പറ്റിയിട്ട് എത്രത്തോളം അറിയുന്ന ഒരു മൂന്നാമത്തെ വ്യക്തി എന്ത് പറഞ്ഞാലും ആ ആളെ പറ്റിയിട്ട് പറഞ്ഞാലും നിന്റെ അറിവ് അനുസരിച്ച് നിന്റെ അടുത്ത കൂട്ടുകാരനായോണ്ട് അതിനേക്കാളും കവിഞ്ഞ് അവൻ മറ്റേ മൂന്നാമത്തെ ആൾക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ തട്ടി നോക്കിയിട്ട് എനിക്ക് തന്നെത്താൻ പറയാൻ പറ്റും ഈ കൂട്ടുകാരൻ അവൻ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, എനിക്കറിയാലോ അവനെന്ന് പറയും. ദിസ് എ നോർമൽ തിങ് ദാറ്റ് ഹാപ്പൻസ്. So in the same way, recognition of the Spirit and the Word of God comes to you through the Holy Spirit guiding you through things that are appearing. See, for the matter, I'm just sort of very honest. I'm just sharing this with you. I don't know whether it's good or bad, but I'm just sharing with you. When I was going to take this portion, I had told Robinson I will take the 4 verses together. And he said, no, why don't you do it in 2 classes? So then I was constrained to divide the verses into 2 each. Now, when I read the verses 21, 22, of course, over and over, I'll read it and I'll start referring and I'll look at different books. But I was not getting clarity. For a long time, I was struggling. I was praying about it and I was struggling. And then it so happened that my focus came onto the words that are there. And that were the words that came into my focus. That leading of the Spirit is the guidance from the Spirit that you receive. No Bible teacher, no big preacher has his own knowledge coming out of him as a message of God. It is always what the Spirit has spoken to him. We are guided by the Spirit. Now, if you read 1 Corinthians chapter 12, verse 11. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നവന് താൻ ഇച്ഛിക്കും പോലെ അവനവൻ അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. But all these worketh that one and the same Spirit, dividing to every man severally as he will. അവന്റെ ഇച്ഛ അനുസരിച്ച് മാത്രമാണ് നമുക്ക് വിവരം പറ്റിയിട്ട്. അപ്പോ ഒരു ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് യു വിൽ ഗെറ്റ് ഫുൾ നോളജ്. ഒരു വാക്യം നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു രീതിയിലായിരിക്കും എനിക്ക് ദൈവാത്മാവ് എനിക്ക് അതിനനുസരിച്ചാണ് വെളിപ്പെട്ട് തന്നത്. മറ്റേ ഒരു വ്യക്തി അതേ വാക്യം വേറെ രീതിയിലാണ് പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യേക കാരണത്താൽ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു വ്യക്തിക്കും ബൈബിളിലെ എല്ലാ വാക്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയാൻ സാധ്യമല്ല. കാരണം ഇറ്റ് ഇസ് ടു മച്ച്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് ദൈവം വ്യക്തമാക്കി തരുള്ളൂ. അത് then you go to Romans 8:27. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അപ്പോ ഇതില് and he that searcheth the hearts knoweth what is in the mind of the Spirit, because he maketh intercession for the saints according to the will of God. ഇതൊരു വലിയൊരു സംഭവമാണ്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് പരിശുദ്ധാത്മാവ്. ആ പക്ഷപാതം എങ്ങനെ ചെയ്യണേ? ദൈവഹിതം നമ്മളെ കൊണ്ട് മനസ്സിലാക്കി തരികയാണ്. എന്നിട്ട് അതനുസരിച്ച് നമ്മളോട് ജീവിക്കാൻ പറയാണ്. അത് ദൈവം ആ കാര്യം മനസ്സിലാക്കുന്നത് നമ്മുടെ മനസ്സറിയുന്നതുകൊണ്ടാണ്. നമ്മുടെ ചിന്ത എന്തെന്ന് അറിഞ്ഞുകൊണ്ട് അപ്പോ അതിനെ പറ്റിയുള്ള ചില എന്താ അസുഖം വരാൻ പോണത് അതിനനുസരിച്ച് മരുന്ന് തരിക. ഇതാണ് അതിൻ്റെ കാര്യപരിപാടികൾ. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ കാര്യപരിപാടികൾ പല കാര്യങ്ങള് നമ്മള് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ 14:16-17 വെച്ച്
പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥന് എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഒരു മിനിറ്റ്, എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കും. There is no chance of the Holy Spirit leaving a child of God. എപ്പോഴും ഉണ്ടായിരിക്കും. 17. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും അവൻ നിങ്ങളോട് കൂടെ വസിക്കും. And shall be നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അടുത്ത വാക്യം വെച്ചോ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. The verses that are so clear about the working of the Spirit is a very intimate relationship with man, with the believer. And that intimacy is included in the fact that he knows your heart. And having known your heart, he gives you the right medicine. He gives you the right message. He gives you the right guidance. It is very wonderful that the work of the Holy Spirit, but this Holy Spirit should not be constrained, should not be kept under, ignored. That is when things go wrong. And the working of the Spirit also, let's continue to read some more portions. John 16:13, we read that. Revelation, 2 Timothy 2:19. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിന്റെ മുദ്ര. അപ്പൊ അതാ മുദ്രയുടെ വശം, അത് നമുക്ക് പിന്നെ നോക്കാം. In 8:23, Romans 8:23, റോമർ 8:23, we are the first fruits പറഞ്ഞിട്ടുണ്ട്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. So 23 വായിച്ചിരിക്കുന്നത്, and not only they but ourselves also which have the first fruits of the Spirit. Ourselves എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാര്, even we ourselves grown within ourselves waiting for the adoption to wit the redemption of our body. That means there is a desire that the Spirit gives us about the time that we should be seeing the Lord again. In 26, Romans 8:26 വെച്ചേ. Likewise, the Spirit also helpeth our infirmities, for we know not what we should pray as we ought, but the Spirit itself maketh intercession for us with groanings which cannot be uttered. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ കുറവുകളെ ഹെൽപ്പത്ത് ആർ നമ്മളെ സഹായിക്കുകയാണ്. ഇതൊക്കെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു വാങ്ങിക്കുന്ന പരിപാടിയില്ല. ഈ ബന്ധുവസ്ഥാര് സാധാരണ അങ്ങനെയൊക്കെ പറയാറ്. പക്ഷെ വചനം പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ കുറവുകൾ അറിഞ്ഞുകൊണ്ട്, അല്ലാണ്ട് നമ്മളൊരു റിക്വസ്റ്റും കൈ കൊട്ടി നെഞ്ചി തട്ടി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് 24 മണിക്കൂറും 7 ദിവസം 24/7 വർക്കിംഗ് ആണ്. ആ വർക്കിങ്ങിൽ ഏത് സമയത്തും ഹിസ് ഇൻഫർമേഷൻ വിൽ ഓൾവേസ് ബി കമ്മിങ്. ആ മരുന്ന് നമുക്ക് എപ്പോഴും ആന്റിബയോട്ടിക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താ, നമ്മളത് ഇഗ്നോർ ചെയ്യുക, നമ്മൾ അതിനുള്ള വേണ്ടതായ വില കൊടുക്കാണ്ടിരിക്കുക. അത് ഇനി വേറെ വിഷയം തന്നെ. ഓക്കെ, മാത്രമല്ല നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും പരിശുദ്ധാത്മാവ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് പെർസ്വേഡ് ചെയ്ത് പഠിപ്പിച്ച് തരുന്നുണ്ട്. ഇതാണ് 26-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോ
പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വളരെ അധികമാണ്. ഈ അനോയിന്റിങ് ഓഫ് ദ സ്പിരിറ്റ് ബൈ ഗോഡ്, ദൈവം തന്നെയാണ് കംഫർട്ടറിനെ അയച്ചു തരാന്ന് പറഞ്ഞ യോഹന്നാൻ സുവിശേഷത്തിലുണ്ടല്ലോ, ഐ വിൽ സെൻഡ് ദ കംഫർട്ടർ ഹു വിൽ ബി വിത്ത് യു. ആശ്വാസകൻ നിങ്ങളെ കൊണ്ടുണ്ടാവും അല്ലേ? കംഫർട്ടറിന്റെ വാക്കിന്റെ മലയാളം എന്തോ? ഐ വിൽ സെൻഡ് ദ കംഫർട്ടർ, സഹായകൻ. അപ്പൊ നമ്മള് ഇത് എന്താണ് അവസാന പ്രാർത്ഥന നമ്മൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത് തന്നെയാണ്. സഹവാസവും കൂട്ടായ്മ, ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. അത് എവിടെ മാറ്റാൻ പറ്റില്ല, അത് അവിടെ ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിന് മറ വെച്ചിട്ട് കേൾക്കാത്ത മാതിരി നമ്മൾ ഇരിക്കുക. അവിടെയാണ് നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തും മെച്യൂരിറ്റി കാണുന്നത്. അപ്പോ ഇതാണ് ഞാൻ പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നാലും അത് നമ്മുടെ 22ാമത്തെ വാക്യത്തിൽ വരുമ്പോ എഴുതിയിരിക്കുന്നത് എന്താ? 22ാമത്തെ വാക്യം, ആൻഡ് ഹാത്ത് ഓൾസോ സീൽഡ് us and given the earnest of the spirit of in our. ഞാൻ ഇത്ര നേരം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ് പറഞ്ഞത്, പ്രവർത്തനങ്ങളാണ് പറഞ്ഞത്. ഇനി എന്താണ് ഈ സീൽഡ് us and given the earnest? ഈ ഏർണസ്റ്റിനെ മലയാളം വാക്ക് എന്താ എഴുതിക്കുന്നത്? അച്ചാർ എന്ന് പറഞ്ഞ എന്തോ? എന്താ അതിന്റെ അർത്ഥം? മലയാളം അറിയാത്തോണ്ട് ഞാൻ ചോദിക്കട്ടോ. ആദ്യമായിട്ട് കൊടുക്കണം, ആദ്യമായിട്ട് കൊടുക്കും. എന്നാൽ ഇതിന്റെ മൂലഭാഷയില് അന്നത്തെ സമയത്തുള്ള ബിസിനസ്സുകാർ ചെയ്യുന്ന ഈ അഡ്വാൻസ് കൊടുക്കാന്ന് പറയും. എന്നുവെച്ചാല് ഇത് കൺഫേംഡ് ആണ്, ഈ കാര്യം അഡ്വാൻസ് ആയിട്ട് തരികയാണ്. അതേ സമയത്ത് ആ വാക്കാണ് അച്ചാരം എന്ന് പറഞ്ഞതിന്റെ വാക്ക് അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിന്റെ മൂലഭാഷയില് ഒരു ഡൗൺ പേയ്മെന്റ്, ഒരു അഡ്വാൻസ്, ഈ സ്ഥലം ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുന്നു, മനസ്സിലല്ലേ? എന്ന് കാരണം എന്താ വെച്ചാല് അഡ്വാൻസ് ഫോർ ദ പ്രോമിസ്. എഫെസ്യർ ലേഖനം 1:13 എടുത്ത് വായിച്ച്. എഫെസ്യർ ലേഖനം അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് അടുത്ത വായിച്ചോ. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഈ വാക്യാണ് ഈ മുദ്രയിട്ടത് വാക്യത്തിന്റെ മെയിൻ വാക്യം. എഫെസ്യർ 1:13-14. In whom also we, having heard the word of truth, gospel കേട്ടു, the gospel of our salvation, in whom also having trusted, നമ്മൾ അതിൽ വിശ്വസിക്കുന്നു, having trusted, were sealed with the Holy Spirit of promise. Holy Spirit of promise. അപ്പൊ എന്താണ് പ്രോമിസ്? കർത്താവ് എന്താ പ്രോമിസ് ചെയ്തിരിക്കുന്നത്? നമ്മളെ he will take us unto his kingdom of God unto eternity. പുതിയ നിയമത്തിൽ 2 കാര്യങ്ങൾ യഹൂദന്മാർ കേൾക്കാത്ത കാര്യം ആദ്യമായിട്ട് കേട്ട്. എന്താ 2 കാര്യങ്ങൾ അറിയാമോ? ഒന്ന്, ദൈവരാജ്യം. ഈ ഒരു വാക്ക് പഴയ നിയമത്തിലെ യഹൂദന്മാർ കേട്ടിട്ടില്ല. 2, നിത്യജീവൻ. ഇതും കേട്ടിട്ടില്ല അവർ. ഈ 2 പുതിയ വാക്കുകൾ കേട്ടിട്ടില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത് നിക്കോദീമസ് വന്ന് ചോദിച്ച് കർത്താവിനോട് പറഞ്ഞ, കർത്താവ് പറഞ്ഞ, ഹൗ ക്യാൻ യു ക്യാൻ ഓൺലി എൻറ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ് ബൈ ബീങ് ബോൺ അഗൈൻ എന്ന് വെച്ചാൽ അതാണ് ആ പണ്ഡിതൻ ആയ നിക്കോദീമസ് വന്ന് ചോദിച്ചാൽ ഇതൊരു പുതിയ സംഭവമുണ്ട്, ഇത് എങ്ങനെയാണ് ഇതിന്റെ പരിപാടി ചോദിച്ചപ്പോൾ ഉത്തരം ആ ഡയലോഗ് അവർ തമ്മിലുള്ള കൺവെർസേഷനിൽ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഒന്ന്, ആ ധനവാൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഇനി എന്താ ഞാൻ ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ, എനിക്ക് ഈ നിത്യജീവൻ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ കർത്താവ് വേറെ രീതിയിലുള്ള ആൻസർ കൊടുത്തു, പറഞ്ഞു, നീ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം വിറ്റിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അത് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാരണം. അപ്പൊ ഈ 2 സംഭവം പുതിയ നിയമത്തിൽ ഒരു പുതിയ പരിപാടിയാണ്. അതിന് കൂടാണ്ട് ബാപ്റ്റിസം എന്ന് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. അത് ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ.
അപ്പൊ ഈ യഹൂദന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം, യഹൂദന്മാര് 1000 കൊല്ലങ്ങളായിട്ട് ഒരു തരം ജീവിത രീതി, അവർ കൾച്ചറായിട്ട്, അവർ സംസ്കാരമായിട്ട് മാറി കഴിഞ്ഞിരിക്കുക. അത് അവരൊരു ലൈഫ് സ്റ്റൈലായിട്ട് മാറി കഴിഞ്ഞിരിക്കുക. ആ കൽപ്പന യുഗത്തിന്റെ ആ കംപ്ലീറ്റ്ലി അതിനെ അങ്ങോട്ട് കുഴഞ്ഞ് അതിന്റെ ഉള്ളിലോട്ട് അത് ഒരു ജീവിത ശൈലിയായിട്ട് മാറ്റി വെച്ചിരിക്കുക. And because they have become so much involved with the commandments and the law and trying to keep it to the perfect thing, their heart was not in it because they were doing it mechanically. And that mechanical method of doing things in a cultural format and ritualistic format took them away from God because they had no connection with God. They were just fulfilling the cultural concepts. That is when they came to know when Jesus came, there were some new things they got, and that is why they came asking him for how to go into the kingdom of God and how to have eternal life. They had never heard of baptism. That's the first time that they heard. Anyway, now we come to the sealing. In Ephesians 1, it is very, 1:13 and 14, it is very clear, in whom also you have heard the word of truth. The word of truth, the gospel of our salvation, in whom also having trusted, were sealed with the Holy Spirit of promise. Seal കാണിക്കുന്ന വാക്ക് അന്നത്തെ കാലത്തും സീലും സെയിം. ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് അതോറിറ്റി, ഓണർഷിപ്പ്, ഒത്തന്റിസിറ്റി. എന്ന് വെച്ചാല് ഈ 2-3 വാക്കുകളുടെ അർത്ഥം എന്താ പറഞ്ഞ വെച്ചാല് ഒരു ഓണർഷിപ്പ്, ഒരു ആരാണ് ഓണർ, ഈ ആളുടെ സീൽ വെച്ച് കഴിഞ്ഞാൽ ഈ പശുക്കളുടെ മുകളിൽ അവര് സീൽ വെക്കും. പശുവിനെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അവര് മുനിസിപ്പാലിറ്റി സീൽ വെക്കും. ആ വെച്ചാൽ മുനിസിപ്പാലിറ്റി അപ്രൂവ്ഡ് ആണ് ഇവനെ കൊല്ലാൻ എന്ന് പറഞ്ഞ പോലെ കർത്താവ് നമുക്കൊരു സീൽ തന്നു, ഹോളി സ്പിരിറ്റ് നമുക്കൊരു സീൽ തന്നു, ഒരു മുദ്ര തന്നു. എന്നിട്ട് ഇത് എൻ്റെ മക്കളാണ്, ഗ്യാരണ്ടി. അത് മാത്രല്ല, ഈ സീല് കൊടുക്കുന്ന ആരാ? ഒരു ആളെ അതോറിറ്റിയിലുള്ള ആളാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഇതിന്റെ അങ്ങനെയാണ് ഒരു സീലിന്റെ അർത്ഥം. എന്ന് വെച്ചാല് ഇതിൽ ദൈവമാണ് നമ്മുടെ അതോറിറ്റി. പിന്നെ ഇതിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ സീലിന്റെ അടിയിൽ വന്നവർക്ക് എല്ലാവർക്കും ആർക്കും ഒന്നും ചെയ്യാനും പറ്റില്ല. അതാണ് പ്രൊട്ടക്ഷൻ. മൂന്നാമത്, ഇത് ഒത്തന്റിക് ആണ്. കാരണം ഈ സീൽ കേരള ഗവൺമെന്റ് ചില സ്ഥലത്ത് പോയി റൗണ്ട് സീലല്ല സ്ക്വയർ സീലാണെങ്കിൽ പറ്റില്ല, റൗണ്ട് സീൽ തന്നെ വേണമെന്ന് പറയും. ഇതൊക്കെ ഇതിന്റെ ഓരോ ഭാഗങ്ങളാണ്. ആ സീലിന്റെ വാക്കിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ദൈവം നമ്മളെ സീൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ് പറയുമ്പോൾ ഈ മുദ്ര ഇട്ട് കഴിഞ്ഞാല് കർത്താവിന്റെ വകയാണ്, കർത്താവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, കർത്താവിന്റെ ഒത്തന്റിസിറ്റി ഉണ്ട്. നമുക്ക് കർത്താവിന്റെ അതോറിറ്റി നമുക്ക് തന്നിരിക്കുന്നത്, ഒരു വലിയ അതോറിറ്റിയാണ് നമ്മളെ പരിപാലിക്കുന്നത് എന്ന് കാര്യങ്ങൾ സത്യമായിട്ട് അറിയുന്നു. അതേ സമയത്ത് ഇറ്റ് ഇസ് സീൽ ഓഫ് പ്രോമിസ് ആൻഡ് സീൽ ഓഫ് റിഡംഷൻ. ഇത് 2 വാക്യങ്ങൾ വരുന്നത് ഇത് രണ്ടും വരുന്നത് ഇത് 13th വേഴ്സ് തന്നെ. 13 were sealed with the Holy Spirit of promise. Promise എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവത്തെ for eternity will be taken to heaven. അത് മാത്രല്ല, it is the Holy Spirit is unto redemption, and that is the time that we will be glorified. Up till then we will be considered to be his children and we cannot leave. You see, ആ വാക്ക് നമ്മൾ മനസ്സിലാക്കിയത്, ഹോളി സ്പിരിറ്റ് നമ്മളിൽ ഉള്ളത് നമ്മൾ വിട്ടുപോകില്ല. ഇറ്റ് ഇസ് ഫോർ എവർ. അതുകൊണ്ട് ആ ഹോളി സ്പിരിറ്റ് എന്താ വെച്ചാല് നമ്മുടെ കൂടെ നിൽക്കണോണ്ട് നമുക്ക് ഈ ഇസ്രായേൽ മക്കള് അന്ന് എങ്ങനെയായിരുന്നു, ഡോർ പോസ്റ്റിന് മുകളിൽ ബ്ലഡ് തെളിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കളെ അവരെ ഒന്നും ചെയ്യില്ല എന്നാണ് when the angel comes down. അങ്ങനെ ആയിരുന്നല്ലോ. അങ്ങനത്തെ ഒരു സീല് പോലത്തെ കാര്യമാണ് നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. അത് എടുത്ത് മാറ്റാനും പറ്റില്ല. അപ്പോ ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ചോദിക്കും, പരിശുദ്ധാത്മാവിന് നിറവ് എന്ന് പറഞ്ഞ എന്താ? പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന് പറയുന്നത് ഒരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയന്ത്രിക്കാൻ വിട്ടുകൊടുത്ത് നിങ്ങളുടെ സ്വന്തം നിയന്ത്രണം അല്ലാണ്ട് പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിച്ച് ദൈവഹിതങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവ് നിറവ്. അഭിഷേകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അഭിഷേകം ആയി കഴിഞ്ഞു, അഭിഷേകം ചെയ്തു കഴിഞ്ഞു. നമ്മൾ ഒരു യാഥാർത്ഥ്യമായ
ദൈവമകനായിട്ട് നമ്മൾ റഷ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് അഭിഷേകം കിട്ടി കഴിഞ്ഞു. വി ആർ ബാപ്റ്റൈസ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. But the filling of the Spirit is not really that the Spirit is poured in. Spirit is there, but are we living according to the Spirit? എത്രത്തോളം നമ്മൾ ഹോളി സ്പിരിറ്റിന് അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നതാണ് ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദ മെച്യൂരിറ്റി കംസ് വെൻ ദ ഹോളി സ്പിരിറ്റ് ഇസ് ടോട്ടലി ഗൈഡിങ് യു. ഞാൻ അറിയുന്ന ഒരു സഹോദരനുണ്ട്, ഫ്രാൻസിസ് ഡേവിഡ് എന്ന പുള്ളിയുടെ പേര് നിങ്ങൾ അറിയോ അറിയില്ല, മൈസൂരില. പുള്ളിക്കാരനോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ചെയ്യില്ല, ഞാൻ വീട് അടിച്ച് തുടച്ച് എടുക്കണമെങ്കിൽ ഞാൻ അതിനെ പറ്റി ഒന്ന് പ്രാർത്ഥിച്ച് ഒരു ദൈവഹിതം ഞാൻ അന്വേഷിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഞാൻ അത് കേട്ടപ്പോൾ ആദ്യം കേട്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. പിന്നീട് അയാൾ ജീവിത രീതിയിൽ ഞാൻ കേട്ട് മനസ്സിലാക്കി അയാളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് യഥാർത്ഥ സത്യമാണ്. അങ്ങനത്തെ ഒരു ജീവിതം ജീവിക്കാൻ പറ്റുമോ നമുക്ക്? ആ ജീവിക്കേണ്ട ആവശ്യമാണെന്നുള്ള കാര്യം സത്യമാണ്. അപ്പോൾ അത്രത്തോളം നമ്മൾ പരിശ്രമിച്ച് നമ്മുടെ ജീവിതം എത്രത്തോളം പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മൾ അനുവദിക്കണം, എന്നുവെച്ചാൽ നമ്മൾ വിട്ടുകൊടുക്കണം. നമ്മൾ വി ഷുഡ് ബി submissive to the Holy Spirit's guidance, not ignore. That is the question of filling of the Holy Spirit. അപ്പോൾ സീലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഹോളി സ്പിരിറ്റ് ഓഫ് പ്രോമിസ്, ഹോളി സ്പിരിറ്റ് അണ്ടർ റിഡംഷൻ, അതുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യും. മരിക്കുന്നവരെ നമ്മളെ വിശുദ്ധിയുടെ വഴിയൂടെ നടത്താൻ വേണ്ടിയിട്ട് ഈ ഹോളി സ്പിരിറ്റ് നമ്മൾ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയാണ് ഇന്നേക്ക് 21-22 വാക്യങ്ങൾ എനിക്ക് കിട്ടിയ വെളിച്ചപ്പാടനുസരിച്ച് ഞാൻ പറയാനുള്ളത്. എനിക്ക് ഇത്രേ പറയാൻ കഴിയുള്ളൂ. ബാക്കി ഇനി അടുത്ത 2 വാക്യങ്ങളും അടുത്ത ആഴ്ച നോക്കാം. So thank you very much, and may God's name alone be glorified. May his name be glorified once again. Let's thank the Lord for the time that we're able to spend in his presence, learning from his word and the truths that we learned that may not only remain in our minds, but also help us in our daily walk as well. We'd also like to thank Stephen Uncle for dividing to us this evening, and may God continue to strengthen him and use him for his glory. Now I'll be reading the matters for praise and prayer, after which I would request Brother Vijay Thagraj to uphold these matters. Matters for praise: travel mercies for our dear brethren. Brother Ashley and Brother Parveen have received a new job offer. Let's thank and praise the Lord for that. Let's also remember sick parents of our dear ones: father of Brother Priji, Sister Priti, Sister Nishal and Sister Merin, mother of Brother Anup, Brother Sunil, Brother Biju and Brother Shine. Let's also remember sisters in family way: Sister Phyllis and Sister Nancy. Let's support the dear ones in our prayers. We have dear brothers who are traveling in the coming weeks. Brother Sean is traveling to India on the 24th, and Brother Simon is traveling on the 30th as well. And Brother Stanley is traveling to Dubai on the 1st of August as well. Let's support these dear brothers for their journey mercies. Let's also remember our assembly gatherings and also the job and visa requirements of our dear brothers. Kindly request Brother Vijay Thagraj to uphold the matters and close the meeting with a word of prayer. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, വലിയനായ കർത്താവെ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് അല്പസമയം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ആയിരിക്കാനായിട്ടൊന്ന് ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ വചനം അവിടുത്തെ ദാസനെ കൂടെ കേൾക്കുവാനായിട്ടൊക്കെ അവിടുന്ന് ഇടയാക്കിയത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ വചനത്തിൽ കൂടെ ഞങ്ങൾ വായിച്ച് ഞങ്ങൾ കേട്ടായിരുന്നു. കർത്താവെ, വലിയായിരിക്കുന്ന ദൈവമേ, അവിടുന്ന് ക്രിസ്തുവിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ദൈവമേ, ഞങ്ങളെ ഇന്നയോളം അവിടുന്ന് ക്രിസ്തുവിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട്
ക്രിസ്തുവിൽ ഞങ്ങളെ അവിടുന്ന് ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന വലിയ കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മാത്രവുമല്ല, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ അവിടുന്ന് മുദ്രയിട്ടിരിക്കുകയാണല്ലോ. അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടെ നൽകിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു.